ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉത്രാടമാണ്, നാളെയാണ് തിരുവോണം. അപ്പോൾ ഉത്രാടത്തിന് ശരിക്കും പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ കുറേ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം മേടിച്ച് കൂട്ടാനൊക്കെ എല്ലാവരും ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്കും പോകണം, കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്, പൂക്കളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് ഈ ഫ്ലവർ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചതാട്ടോ. ഇതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഒപ്പം ഇടാവേ. അപ്പം ഉരുളിയും പറയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? വാ. ഓണത്തിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ തയ്ക്കാനൊക്കെ കൊടുത്ത കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ട് ഞാൻ പോയി കേട്ടോ. ജോൻ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ് ഷോപ്പിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ എൻ്റെ അത്യാവശ്യത്തിനുള്ള തുണികളും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എപ്പോഴും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് പോയി നമുക്ക് ഓണമൊക്കെ ആകുമ്പം ഇപ്പോൾ നമുക്ക് വീട്ടിൽ വരാനും പല സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉണ്ടാകും. അപ്പം ഒന്നിലധികം ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ തയ്ച്ച് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പം ഈ സാരി നിങ്ങൾ എടുക്കുന്നത് കണ്ടായിരുന്നല്ലോ അന്ന്, ഞാൻ കോട്ടൺ ഫാബിൽ നിന്ന് എടുത്താണ്. അതെല്ലാം തയ്ച്ച് കിട്ടി. അങ്ങനെ ജോനിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് മേടിക്കാനുള്ളതെല്ലാം മേടിച്ചു. പിന്നെ പാരീസിൽ നിന്നും എടുത്തു. അങ്ങനെ 2 സ്ഥലത്താണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നേരത്തെ കൊടുത്താലേ നമുക്ക് സമയത്തിന് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട്ടിലേക്കുള്ള ഡെക്കറേഷനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഉരുളി, പിന്നെ ഒരു വിളക്ക്, അതൊക്കെയാണ് മേടിക്കാനുണ്ടായിരുന്നത്. ഞാൻ നോക്കി നടന്ന അതേ കറക്റ്റ് വലുപ്പത്തിനും സൈസിനും ഉള്ള ഉരുളി തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഇതിൽ കുക്ക് ചെയ്യാനും കൂടി പറ്റുമേ. അങ്ങനെ നല്ല വെയിറ്റും കട്ടിയും ഉള്ള ഉരുളി വിളക്കും ഒക്കെ കേട്ടോ മേടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, വിളക്കിനും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ വേറെയും ഒരുപാട് ഡെക്കറേഷൻ്റെ ഐറ്റംസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു രീതിയിൽ. ഇതൊരു മാടപ്പെട്ടി എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് നമുക്കിങ്ങനെ ജ്വല്ലറീസൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന മാതിരത്തെ ഒരു ബോക്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാനും മോളും കൂടി ബ്രോഡ്വേയിൽ പോയപ്പം ഞങ്ങൾക്ക് ഹാങ് ചെയ്തിടാനൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം വേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ പോയി ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം മേടിച്ചു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പക്ഷേ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പൂവൊക്കെ ഇങ്ങനെ മിക്ക കടകളിലും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കളർഫുള്ളായിട്ട്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മാല, കമ്മൽ, വള, ഇതുപോലെയുള്ള ഐറ്റംസുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു ബ്രോഡ്വേയിൽ. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ വേഗം പോരുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ബാസ്ക്കറ്റ് വേണമായിരുന്നു എനിക്ക്. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ ഒപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെക്കാനും ഫ്ലവർ വെക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഇത് ഞാൻ സ്ഥിരം അവിടെ മേടിക്കുന്ന ഷോപ്പുണ്ട്, അവിടെ കയറിയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ശരിക്കും നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ കുറേ ഫ്ലവേഴ്സ് വിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് അവിടെ കിട്ടും എന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോർത്ത് പാലത്തിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ കുറച്ചും കൂടി കൂടുതൽ കളേഴ്സും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. സാധാരണ എപ്പോഴും പൂക്കളം ഇടുമ്പം അവിടെ നിന്നാണ് കേട്ടോ ഫ്ലവേഴ്സ് കൂടുതലും മേടിക്കാറുള്ളത്. ഇപ്പം നമ്മൾ കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഉണ്ടാവും. ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പം അവർ നിറയെ ഉണ്ടാവും, പല പല കളേഴ്സായിട്ട്. അവിടെ നിന്ന് നമ്മൾ നേരത്തെ പോയി ബുക്ക് ചെയ്യും അവരുടെ അടുത്ത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം പോയി മേടിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. രാവിലെ വെളുപ്പിന് പോയിട്ട് മേടിച്ചിട്ട് വരും. അപ്പം നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടും. ഇതിപ്പം ഇത് കണ്ടോ, റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ആവശ്യത്തിനുള്ള ഐറ്റംസുകളുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പൂവിന് വില ചോദിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നോർത്തിലും കൂടി ഒന്ന് പോയി നോക്കാമെന്ന്. എന്നിട്ട് അവിടുത്തെ റേറ്റും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്, സാധാരണ ഇത്രയും റേറ്റ് ഉണ്ടാവാറില്ല. എല്ലാ വർഷവും പൂ മേടിക്കുന്ന ആയതുകൊണ്ട് നമുക്കറിയാം അത് ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത്. അപ്പം ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി അധികം ഫ്ലവേഴ്സ് ഉണ്ടാവും.
ഈ വാടാർമല്ലി എടുക്കണേ, അതൊരു ½ kg മതി. വേറെ ഇത് വേണേ, ഈ വൈറ്റ് ജമന്തി ½ kg മതി. ഇത് വേണോ വാച്ചി? മൾട്ടി കളറ് ഇതിങ്ങനെ അവര് മിക്സ് ചെയ്തിട്ട് പിച്ചിടുന്നതാ അല്ലേ? പൂക്കളം ഇടാനായിട്ട് എടുക്കാം അല്ലേ? ഒരു ½ kg മതി. നമ്മൾ വാടാർമല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിങ്ക് കളർ മാത്രമായിട്ട് കിട്ടുമോ? ഹാഫ്. പിന്നെ ആ റോസും കൂടി വേണേ, ബഡ് റോസ്. ഈ റോസ് വേണേ, ഇതും ഒരു ½ kg. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ട നല്ല വെറൈറ്റി കളറിൽ. ഇത് കണ്ടപ്പി ഓറഞ്ച് കളറിലും മഞ്ഞ കളറിലും ഒക്കെ റോസ് ഉണ്ട്. നമ്മൾ ഇതേ ഫ്ലവേഴ്സ് എല്ലാം മേടിച്ച് ഇതേ വീട്ടിലെത്തി. ഒരു ½ kg 1 kg ഒക്കെ ആയിട്ടാട്ടോ ഫ്ലവേഴ്സ് മേടിച്ചേക്കുന്നത്. പൂക്കളോ ഇടണം, പിന്നെ നമുക്ക് അകത്തെ കുറച്ച് ഡെക്കറേഷനും കൂടി വേണം. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലവർ മേടിച്ചത്. ഇത് തികയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഗ്രീനിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ശതാവരി എന്നല്ലേ പറയുക ഇതിന്. സാധാരണ ഇതല്ലാണ്ട് വേറൊരു ടൈപ്പാട്ടോ മേടിക്കാറുള്ളത്. ഇതാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി റെഡിയാക്കി എടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടികളുള്ളത്. ആദ്യം ഇവിടെ മെയിനായിട്ട് വെക്കേണ്ട സ്ഥലങ്ങളിൽ കുറച്ച് ഫ്ലവേഴ്സായിട്ട് തന്നെ നമുക്കതിൻ്റെ ഇതളൊക്കെ മാറ്റാതെ ഫുള്ളായിട്ട് വെക്കണം കുറച്ചൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിടർത്തിയിട്ട് ഞാനൊന്ന് നിരത്തിയിടട്ടെ ഒരു പേപ്പറിൻ്റെ പുറത്ത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൻ്റെ പുറം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ വർക്കിംഗ് ടേബിളിൻ്റെ പുറത്താണ് ഒന്ന് നിരത്തിയിടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇനിയുണ്ടല്ലോ, ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ്. ഞാൻ അവളുടെ അടുത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, ഹാർട്ട്ഫുള്ളി ഹാൻഡ് മെയ്ഡ് എന്നും പറഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവിടെ നിന്ന് എനിക്ക് അഞ്ജുവിൻ്റെ അടുത്തുനിന്ന് മേടിച്ചതാണിത്. കുഷ്യൻ കവേഴ്സ്. ഇതൊക്കെ ഒന്ന് ഇടണം. ഇതിൽ ഈ 4 എണ്ണം കേട്ടോ ഞാൻ അഞ്ജുവിൻ്റെ അടുത്തുനിന്ന് മേടിച്ചത്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്ച്ചതാണ്. അതായത് കണ്ടോ, എൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്തൊരു മുണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കസവൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ തയ്ച്ചതാണിത്. അപ്പം ഇത് നമുക്ക് ഫ്രണ്ടിൽ കുഷ്യൻ കവേഴ്സിന് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഫ്ലവേഴ്സ് വെക്കാം കേട്ടോ.
ഇതിൽ കുറച്ചിത് പിച്ചിടാം, വൈറ്റ് ഇത്. ഇതാദ്യം നമുക്കിതിങ്ങനെ പിച്ചി ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുഴുവനും ഇടാം. ഇനി നമുക്കുണ്ടല്ലോ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇവിടെ ഭയങ്കര ലൈറ്റാണ് പുറത്തുനിന്ന്. ഞാൻ ഈ ക്യാമറ ഒന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വെക്കട്ടെ. ഇത് കണ്ടോ, ഇത് പണ്ട് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെയ്തിട്ടുള്ള ഒരു റണ്ണറാണ്. അപ്പം ഇത് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആച്ചാ ഇതൊന്ന് പിടിച്ചടാ കേട്ടോ. നമുക്ക് ഇതിൻ്റെ പുറത്തുണ്ടല്ലോ ഇതുപോലെ ഒരു ഗോൾഡൻ മാറ്റ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതുമ്മ വല്ല കളറോ അങ്ങനെ എന്തെങ്കിലും ആയാൽ പണിയാണ്. അവിടുന്ന് കുറച്ച് നമ്മുടെ ഈ ഓറഞ്ചും മഞ്ഞയും പൂക്കളെടുത്തിട്ട് ഇതുണ്ടല്ലോ, നമ്മൾ ആ ഗ്രീൻ കളർ ഇത് മേടിച്ചത് കുറച്ച് ഈ ഫ്ലവറിൻ്റെ അടിയിലോട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കാനാണ്. അപ്പോഴേ ഇത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ, ഈ ലീഫിലിരിക്കുന്നത് പോലെ. കണ്ടോ? ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം. ഇതുണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ അത് ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ഡെക്കറേഷൻ്റെ ലാസ്റ്റ് ഭാഗമായി കേട്ടോ. ഇപ്പം ഞാൻ ഈ ബോക്സിലൊക്കെ ചിപ്സ് നിറച്ച് വയ്ക്കുകയാണ്. ഓണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിപ്സ്, ശർക്കര വരട്ടി, ഉണ്ണിയപ്പം, ഇതൊക്കെ നല്ല കുട്ടിക്കാലം ഓർമ്മ വരുത്തുന്ന ഐറ്റംസുകളാണ്. അപ്പോൾ ഞാനിവിടെ കിച്ചൻ്റെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇത് ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഡെക്കറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇത് വളരെ സിമ്പിളാണ്. ചിപ്സ് കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു മറ്റേ ചോളത്തിൻ്റെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ എൻ്റെ ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഫുള്ള് റെഡിയാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത്, ഇത് ഞാൻ തന്നെ തയ്ച്ച ഒരു റണ്ണറാണ് കേട്ടോ. അതുമ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം, ഇത് ഫാബ്രിക് പെയിൻ്റാണ്. പിന്നെ അതിലൊരു ഫ്ലവർ ബാസ്ക്കറ്റ്, കുറച്ച് ഫ്രൂട്ട്സ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു, ഭരണി കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹാങ്ങിങ്സ്, ഇത് ആർട്ടിഫിഷ്യലാണ്. നമ്മളിതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുഷ്യൻ കവേഴ്സ്,
പിന്നെ ഇത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൻ്റെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ദേ ഇങ്ങനെ ഒരു ഉരുളി താമരയും ഇതൊക്കെ ആയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഓണത്തിന് ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻസ് കേട്ടോ. ബെഡ്റൂമിലൊക്കെ നമ്മൾ ഒരു പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ദേ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഇതെല്ലാം പൂക്കളത്തിന് വേണ്ടി കട്ട് ചെയ്ത് റെഡിയാക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പൂക്കളിടാനായിട്ട് ഇരുന്ന് കേട്ടോ. പിച്ചി വെച്ച പൂവും കാര്യങ്ങളും എല്ലാം എടുത്ത് പൂക്കളത്തിൻ്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് പൂവിടാനായിട്ട് തുടങ്ങി. ഒരു 1 അവറിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങളുടെ പൂക്കളിട്ട് തീർന്നു കേട്ടോ. അങ്ങനെ വലിയ ഭയങ്കര ഡിസൈനൊന്നും അല്ല ചെയ്തത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് പൂക്കളമൊക്കെ ഇട്ട് തീർന്നു. ഈ പൂക്കൾ ഇടുക എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അവിടെ വെട്ടം കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു റിംഗ് ലൈറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പൂക്കളം റെഡിയായി. ഇതാ ഇനി കുളിക്കണം. ആകെ മൊത്തം വേർത്തൊരു പരുവായിട്ടുണ്ട്. ഇനി കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറിയിട്ട് കാണാം. അങ്ങനെ 2025 ഓണം ഇങ്ങോട്ട് വന്നു. ദേ ഡ്രസ്സെല്ലാം മാറി ഓണത്തിൻ്റെ അന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം, പിന്നെ സദ്യ. അപ്പോൾ ദേ നമ്മളുടെ സദ്യ വിളമ്പി തുടങ്ങി. ഇതൊക്കെയാണ് വിഭവങ്ങൾ കേട്ടോ. സദ്യ നമ്മൾ ഇപ്രാവശ്യം പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത്. ഇത് കണ്ടോ, ദേ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. പരിപ്പ്, ഇതെന്താണ്, ഇത് പച്ചടിയോ അങ്ങനെ എന്തോ ആണ്, പാവയ്ക്ക, ഇത് ഓലൻ, അവിയൽ, ഇത് പൈനാപ്പിൾ കറി, ഇത് അച്ചാറ്, ഇത് കാളൻ, ഇത് മാങ്ങാച്ചാറ്, ഇത് തോരൻ, ഇത് എരിശ്ശേരിയാണോ അത് കൂട്ടുകറി, ഇത് ഇഞ്ചിക്കറി, സാമ്പാർ, പിന്നെ 2 തരം പായസമുണ്ട്, രസം, മോര്, ഇതൊക്കെയാണ്. പിന്നെ ചോറ്, പിന്നെ നമ്മൾ പപ്പടം വേറെ നമ്മൾ കാച്ചിയിട്ടുണ്ട്, പായസവും ഉണ്ട് കേട്ടോ. ശർക്കര വരട്ടി, ചിപ്സ്, പഴം എല്ലാം റെഡിയാണ്. ഇനി സദ്യ കഴിച്ചാൽ മാത്രം മതി. എല്ലാ വർഷവും ഓണത്തിന് സദ്യ വിളമ്പുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്കിതിന് ദൈവം അനുഗ്രഹം തന്നല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് കേട്ടോ. പക്ഷേ ഈ വർഷം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. സാധാരണ ഓണത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ചില ഫോട്ടോകളിലൂടെയൊക്കെയാണ് എനിക്ക് കിട്ടാറുള്ളത്. നിറയെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് ഞാൻ. പക്ഷേ ഈ വർഷം ഞാനിത് വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിത് പിന്നെയും എത്ര പ്രാവശ്യം ഞാൻ കണ്ടാലും അന്നത്തെ ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ എല്ലാ വർഷവും ഒന്നും ഓണം ആഘോഷിക്കാറില്ല കേട്ടോ. ചില വർഷങ്ങളൊക്കെ ഷാജാൻ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഓണം ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ വർഷത്തെ ഓണം നിങ്ങൾക്കും അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം.
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.